ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജീവ തോട്ട്സ്. നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ വട്ടയപ്പത്തിനായിട്ട് 1 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടിക്കും നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/4 കപ്പ് കൂടെ അരിപ്പൊടി നമുക്ക് ആവശ്യമാണ്. ഈ 1/4 കപ്പ് അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. 1/4 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഈ കപ്പിലല്ല അളവ് അരിപ്പൊടി എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് ഇതേപോലെ കറക്റ്റ് അളവിലായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ കപ്പി കാച്ചി എടുക്കാം. അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ കട്ടയൊക്കെ ഉടച്ചെടുത്താൽ കട്ടയില്ലാതെ ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ ഇളക്കി എടുത്തതിന് ശേഷം അടുപ്പ് ഓഫാക്കി തണുക്കാനായിട്ട് ഇത് വയ്ക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്കായിട്ട് വേണ്ടത് ഒരു 3 ഏലക്കായുടെ കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് ഈസ്റ്റാണ്. അതിനുശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്ത ഇതിലേക്ക് നേരത്തെ നമ്മൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന ആ കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിപ്പൊടി ഉണ്ടല്ലോ, ബാക്കി അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടി ഉണ്ട്, ആ അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഈ കൂട്ട് കിട്ടേണ്ടത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു കരണ്ടി കൊണ്ട് ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ വെക്കണം. ഇത് 4-5 മണിക്കൂർ പുളിക്കുന്നതിനായിട്ട് വയ്ക്കുക. 4-5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇവിടെ മാവൊക്കെ ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പുളിക്കാനായിട്ട് വെക്കരുത്, ഓവറായിട്ട് പുളിക്കാൻ വെക്കരുത്. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആവി കയറ്റാൻ വെക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തവി കൊണ്ട് ഇതുപോലെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് അടച്ച് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് അടച്ച് വേവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായി വെന്ത് കിട്ടി. വട്ടയപ്പത്തിൽ ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്താൽ അടിയിലേക്ക് താന്നു പോകാതെ നല്ല പോലെ തന്നെ നമുക്ക് നട്ട്സ് കിട്ടും. എന്നിട്ട് ആവിയിൽ വേവിച്ചതിന് ശേഷം ഒന്ന് ആറാനായിട്ട് റെസ്റ്റ് ചെയ്യാം. ആറിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ് ഇത്. ഇതിൽ അല്പം മധുരം കുറച്ചിടുകയാണെങ്കിൽ നോൺ വെജിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.